എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ സൻഹയും അച്ഛനും കൊണ്ടുവിടാനും വേണ്ടിട്ട് ജുവോന്റെ അച്ഛനാണ് പോകുന്നത്. ഹേജനും ജുവോണിനെയും വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. സൻഹയും അവന്റെ അച്ഛനും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവന്റെ അമ്മയുടെ ചേട്ടനെ അവിടെ കാണുന്നുണ്ട്. അയാളും പറയുന്നത് ഞാൻ അമ്മയോട് ഇതുവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അവരുടെ ഹാർട്ട് ഇപ്പോഴും വീക്കാണ്. എന്നിട്ട് നമ്മുടെ സൻഹയും നോക്കിയിട്ട് നിന്നെ കണ്ടിട്ട് 10 വർഷമായി, നീ ഇപ്പോഴും ഒരു മാറ്റം ഇല്ല, അന്നത്തെ പോലെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറയാണ്. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് സർജറി നല്ല രീതിയിൽ പോയി, പക്ഷേ പേഷ്യന്റിന്റെ മുറിവുകൾ നല്ല ആഴത്തിലുള്ളതാണെന്ന്. ഇപ്പൊ ഇതേ സമയം വീട്ടിലാണെങ്കിൽ 3 പേരും കൂടി ടെൻഷൻ അടിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ അടുത്ത് മെസ്സേജ് അയച്ച് നമ്മുടെ സൻഹ പറയുന്നത് അമ്മയുടെ സർജറി നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇതും കണ്ടിട്ട് അവര് സമാധാനപ്പെടുന്നു. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സൻഹയുടെ അങ്കിളും അവരുടെ അടുത്ത് പറയുന്നത് അയാളുടെ ബ്രദറിനോ മരിച്ചതുകൊണ്ട് തന്നെ ആ ചടങ്ങിനൊക്കെ പങ്കെടുക്കാൻ പോകണം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് ഇയാളും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സോഹി അവിടേക്ക് എത്തുന്നത്. ചേട്ടനെ കണ്ട സന്തോഷത്തില് ഇവള് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നത്. എന്നിട്ട് നമ്മുടെ സൻഹ എടുത്തും അങ്കിളിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇത് നമ്മുടെ അങ്കിളാണെന്ന്. അതേപോലെ തന്നെ അങ്കിളിനും ഇവനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് എന്റെ ചേട്ടനാണെന്നും പറയാണ്. നിങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ സൻഹ അവളെടുത്ത് ചോദിക്കുന്നത് അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം അറിഞ്ഞായിരുന്നു എന്ന്. ആ അമ്മയ്ക്കും അച്ഛനും സുഖമില്ലാന്ന് എനിക്കറിയാം, 2 ദിവസത്തിനുള്ളിൽ അവർ ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. അപ്പോഴാണ് അങ്കിളും പറയുന്നത് അമ്മ റെഡി ആയിട്ട് വരുന്നിടം വരെ മോള് ഹൗസ് കീപ്പറിന്റെ കൂടെ തന്നെ കാണണമെന്ന്. പക്ഷെ സോഹി ആണെങ്കിൽ എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല, എനിക്ക് വീട്ടിലേക്ക് പോവണ്ട, എനിക്ക് ചേട്ടന്റെ കൂടെ നിന്നാ മതി എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞോണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൻഹയും പറയുന്നത് എങ്കിൽ ശരി ഞാൻ നിന്റെ കൂടെ വരാമെന്ന്. അങ്ങനെ ഇതും കേട്ട് സൻഹയുടെ അച്ഛനും പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് സൻഹയും വന്നിട്ട് പറയുന്നത് അച്ഛാ ഞാൻ കുറച്ച് ദിവസം സോഹിയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ച്, അതിന് നീ തന്നെ നിൽക്കുന്നത് എന്നിങ്ങനെ അച്ഛനും ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് നമ്മളല്ലാതെ ഇപ്പൊ അവക്ക് വേറെ ആരും ഇല്ല എന്ന്. അമ്മ ഒന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം ഞാൻ തിരിച്ചെത്താം എന്നിങ്ങനെ നമ്മുടെ സൻഹയും പറയുന്നത്. അങ്ങനെ ഇപ്പൊ സൻഹയുടെ അച്ഛനും തിരിച്ച് റെസ്റ്റോറന്റിൽ എത്തിയിട്ട് ജുവോന്റെ അച്ഛനോട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ വിട്ടുപോയിട്ടും അവക്ക് എന്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തത്, ഈ കാര്യം കാരണം ഇപ്പൊ സൻഹയും കുറെ കഷ്ടപ്പെടുക. ഇപ്പൊ നമ്മുടെ ജുവോണിനെയും കാണിക്കുന്നത് അവള് നമ്മുടെ ദാലിനോട് സൻഹയുടെ അമ്മയുടെ ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. സൻഹ അവിടെ വല്ല ഫുഡ് കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ അവളും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സൻഹയും അങ്കിളിനോട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അമ്മയ്ക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല, നീ അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സൻഹയും അമ്മയെ കാണാനായിട്ട് പോന്ന്. അവൻ അങ്ങനെ അമ്മയെ കാണുമ്പോ അവന് ഓർമ്മ വരുന്നതെല്ലാം അവൻ അമ്മയിൽ നിന്നും അകലാൻ ശ്രമിച്ചതാണ്. ഇതൊക്കെ ചിന്തിച്ച് അവന് സങ്കടപ്പെടുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ജുവോൺ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചയച്ച മെസ്സേജ് കാണുന്നതും അവളുടെ കോള് വരുന്നതും. അങ്ങനെ ജുവോണും ചോദിക്കുന്നത് നീ ഫ്രീ ആണോ. ഇത് കേട്ട് സൻഹയും ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ, നീ എന്നാ തിരിച്ചു വരുന്ന എന്നിങ്ങനെ ജുവോണും ചോദിക്കും. എന്നിട്ട് അവളും അന്നത്തെ ഒരു ദിവസം അവളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കണ്ടോ നീ ഇപ്പൊ എന്നെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു ദിവസം പോലും ആയില്ല, എന്നിട്ടും ഞാൻ നിന്നെ അതിനു മുന്നേ തന്നെ മിസ് ചെയ്തു തുടങ്ങി. ഇവളും പിന്നീട് വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നത് നമുക്കും കൂടെ സോളിലേക്ക് അങ്ങ് പോയാലോ. ലഞ്ച് കഴിക്കുന്ന നേരത്തും എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് ഈ കാര്യം അവള് പറയുന്നുണ്ട്. പക്ഷെ അവളീ പറയുന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് മനസ്സിൽ വിചാരിക്കുന്നത് എങ്കിൽ ശരി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി തന്നെ അവള് പയ്യെ ആരും അറിയാതെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. നമ്മുടെ ദാലിനെയും വിളിച്ച് പറയുന്നത് ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ സോളിലെത്തിയതിനു ശേഷം അവൾക്ക് സ്ഥലങ്ങളൊന്നും തന്നെ മനസ്സിലാവാത്തോണ്ട് തന്നെ അവള് വഴിയും തെറ്റി അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ സൻഹയും അവന്റെ അനിയത്തെയും കാണിക്കുന്നത്. സൻഹ എടുത്ത് അവള് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് അമ്മയെ കാണാൻ പറ്റാത്തേന്ന്. അമ്മയ്ക്കിപ്പൊ വയ്യാതിരിക്കല്ലേ, അമ്മ ഓക്കെ ആയി വരുമ്പോ നമുക്ക് അമ്മയെ കാണാമെന്ന് പറയുകയാണ്. ഒരുപക്ഷെ നമുക്ക് നാളെ തന്നെ കാണാൻ പറ്റുമായിരിക്കും എന്നിങ്ങനെ പറയും. ഇതും കേട്ടിട്ട് കൊച്ചിൻ ചോദിക്കുന്നത് നാളെയോ, എനിക്ക് അമ്മയെ ഇപ്പൊ തന്നെ കാണാൻ പറ്റും, അതെന്താ അമ്മയ്ക്ക് എന്നെ കാണണ്ടേ. ഇത് കേട്ടേ അങ്ങനൊന്നും ഇല്ല എന്നിങ്ങനെ നമ്മുടെ സൻഹയും പറയും. അമ്മയ്ക്ക് അത്രയ്ക്ക് വയ്യായികയാണോ, അങ്കിളും ആന്റിയും ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അമ്മ ഇനി ഒരിക്കലും എണീക്കത്തില്ല എന്നൊക്കെ അവര് പറഞ്ഞത്, അത് സത്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോ അങ്ങനൊന്നും ഇല്ല എന്നിങ്ങനെ നമ്മുടെ സൻഹയും അവളെ സമാധാനിപ്പിക്കാൻ പറയുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ജുവോണും തപ്പിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് അവള് സൻഹയെ കാണുന്നുണ്ട്. അങ്ങനെ അവളും അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് സോഹിയും ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടാ അമ്മ എണീറ്റു എന്നിങ്ങനെ സന്തോഷത്തിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സന്തോഷത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജുവോണും പഴയ ഒരു കാര്യം ചിന്തിക്കുകയാണ്. നമ്മുടെ സൻഹ അവളോട് പറഞ്ഞത് നമ്മുടെ ഫാമിലി അല്ല എന്നുള്ളത്. അങ്ങനെ ഇതും ചിന്തിച്ച് ജുവോണും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവന്റെ അമ്മ എണീറ്റ വിവരം നമ്മുടെ സൻഹ ഹേജിനെ വിളിച്ച് മെസ്സേജ് അയച്ച് പറയുന്നത്. അങ്ങനെ അവന് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടില് ദാൽ ഇങ്ങനെ പോകുന്ന കണ്ടത്. ഓടിച്ചെന്ന് അവൻ ദാലിന്റെ കൈ പിടിക്കുകയാണ്. ജുവോൺ നിന്റെ കൂടെ കറങ്ങാൻ പോവാന്നും പറഞ്ഞ രാവിലെ ഇറങ്ങിയത്, എന്നിട്ട് നീ ഇപ്പൊ ഇവിടെ അക്കാഡമിയിൽ എന്തോ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കും. ഇതും കേട്ടിട്ട് അവളും പെട്ടെന്ന് കള്ളത്തരം പറയുന്നത് അവള് വാഷ്റൂമിൽ പോയിട്ടുണ്ട് ഇപ്പൊ വരുമെന്ന്. എന്തുവാ അവൾ നിന്റെ കൂടെ അക്കാഡമിയിൽ വന്നെന്നോ എന്നിങ്ങനെ അവനും ഡൗട്ട് അടിക്കും. അപ്പോഴേക്കും അവളും കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറയുന്നത്. നമ്മുടെ ജുവോൺ ആണെങ്കിൽ സൻഹയെ കാണാൻ പോയി സങ്കടപ്പെട്ട് അവനോടൊന്നും മിണ്ടാതെ തിരിച്ച് അതേ കണക്ക് വരുമ്പോ ഹേജിന് അവളെ കാത്ത് അവിടെ നിപ്പുണ്ട്. അവനെ കണ്ടിട്ട് അവള് നോക്കുമ്പോഴാണ് അവൻ പറയുന്നത് എന്നോട് ദാല പറഞ്ഞത് നീ സോളിൽ പോയ കാര്യം. എന്നിട്ട് അവനും അവളെ കുറെ വഴക്ക് പറയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ആരോടും
പോലും പറയാതെ ഒരു അറിയാത്ത സ്ഥലത്തൊക്കെ പോയതിന് നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിനക്ക് ഫോണെങ്കിലും എടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അവളുടെ ഫോണിനകത്ത് ചാർജ് പോലും ഇല്ലാത്തത് കാണുന്നത്. ഇവളും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് എന്തൊറ്റി സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് അവനും ചോദിക്കും. പക്ഷെ എന്നാ അവള് റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ പോവും. നീ സോളിൽ പോയിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വന്ന എന്താന്ന് നമ്മുടെ ഹേജനും ചോദിക്കും. അപ്പോഴാണ് അവളും പറയുന്നത്, ഞാൻ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്ന് അവനെ കണ്ടു, ഞാൻ അവനെ വിളിക്കാൻ പോയതാ. പക്ഷെ അപ്പോഴേക്കും ഒരു നേഴ്സുമായിട്ട് ആ സോഹി വന്നിട്ട് അവന്റെ അമ്മ എണീറ്റ കാര്യം ഇങ്ങനെ പറഞ്ഞു. അവൻ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചു വന്നു എന്നിങ്ങനെ പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ ഹേജനും ചോദിക്കുന്ന, എടി നിനക്കൊന്നും ഭ്രാന്തുണ്ടോ, നീ ഇവിടുന്ന് അങ്ങ് സോള് വരെ ട്രാവൽ ചെയ്ത് പോയിട്ട് ഒരു ഹായ് പോലും പറയാതെ ഇങ്ങനെ വന്നെന്ന്, കൊള്ളാം കേട്ടോ എന്നിങ്ങനെ അവളെ വഴക്ക് പറയുന്നത്. അങ്ങനെ തിരിച്ച് നമ്മുടെ ഹേജനും ഹോട്ടലിൽ എത്തുമ്പോഴാണ് അച്ഛൻ ഇപ്പോഴും അവിടെ നിന്ന് ജോലി ചെയ്യുന്ന കാണുന്നത്. അങ്ങനെ ഹേജനും അവിടെ ചെന്ന് അവിടെ ക്ലീൻ ഒക്കെ ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്ഛനെ പിടിച്ചിരുത്തിട്ട് അവൻ കുറെ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് അച്ഛന് വേണ്ടിയിട്ട്. ആ സമയമാണ് അച്ഛന്റെ ശരീരത്തെ ഒട്ടിച്ചിരിക്കുന്ന ബാൻഡേഡ് ഒക്കെ അവൻ കാണുന്നത്. അത് കണ്ടിട്ട് അവന് നല്ല വിഷമിക്കുന്നത്. പക്ഷെ അവൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നമ്മുടെ സൻഹയാണെങ്കിൽ അവന്റെ അച്ഛനെ കോൾ ചെയ്തിട്ട് അമ്മ ഇപ്പൊ ഓക്കെ ആണെന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ സൻഹയുടെ അമ്മയാണെങ്കിൽ ഫ്ലോറിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സൻഹയമ്മ ഓടി എത്തുന്നത്. അമ്മ എണീപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ സമ്മതിക്കുന്നില്ല. അവരും ഇങ്ങനെ കരഞ്ഞ് ഒച്ച വെച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, എന്റെ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഞാൻ അയാളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് ഇപ്പൊ ഒരു നല്ല വ്യക്തിയെ കല്യാണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന സമാധാനത്തില് അയാളുടെ കൂടെ ഒരു ഹാപ്പി ലൈഫ് ജീവിക്കണമെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇതിപ്പോ എന്ത് നടക്കുന്നത്, ഇങ്ങനത്തെ ഒരു ലൈഫ് ആർക്കെങ്കിലും വേണോ? ഇങ്ങനെ ആരാ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്? എന്നിട്ട് ഭ്രാന്തുള്ളവരെ പോലെ അവിടെ കിടന്ന് കരഞ്ഞ് കൂവുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൻഹയം പറയുന്നത്, അമ്മ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് നിങ്ങളുടെ ജീവൻ ഇപ്പൊ തിരിച്ചു കിട്ടിയത് തന്നെ ഒരു മിറാക്കിൾ ആണെന്നാണ്. ഇതും കേട്ടിട്ട് അവരും ചോദിക്കുന്നത്, എനിക്കിനി ജീവിതകാലം മുഴുവനും എണീക്കാൻ പറ്റത്തില്ല, ഇതിനാണോ നിങ്ങൾ മിറാക്കിൾ എന്ന് വിളിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ ഇതെല്ലാം അനുഭവിക്കാൻ കാരണം നിന്നോട് ഞാൻ ചെയ്ത തെറ്റാണെന്ന്, ഇങ്ങനെ ജീവിക്കുന്നതിലും കാട്ടിലും നല്ലത് ഞാൻ അങ്ങ് മരിക്കുന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് അമ്മ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുന്നതെന്ന് നമ്മുടെ സൻഹയം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഞാനും ഉണ്ട് സോഹിയും ഉണ്ട്, അപ്പൊ നിങ്ങൾ മരിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് അവനും അങ്ങ് പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് സോഹിയും അമ്മയെ കാണാനും വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. അമ്മ ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആവാനുണ്ട് എന്നിങ്ങനെ നമ്മുടെ സൻഹയം പറയും. അപ്പൊ എനിക്ക് ഇനിയും അമ്മയെ കാണാൻ പറ്റത്തില്ലേ, ഇപ്പൊ വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നേ എന്നിങ്ങനെ അവളും ചോദിക്കുന്ന സങ്കടത്തില്. പിന്നീട് രാത്രിയില് നമ്മുടെ സൻഹയം ഹോസ്പിറ്റലിൽ പുറത്ത് നിൽക്കുമ്പോഴാണ് അവന്റെ അങ്കിള് വന്ന് സംസാരിക്കുന്നത്. നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടുതൽ മൈൻഡ് ആക്കാൻ നിൽക്കണ്ട, ഇപ്പൊ അവളുടെ മനസ്സിന് നല്ല രീതിയിൽ മുറിവുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്, അതെനിക്കറിയാമെന്ന് അവനും പറയാണ്. അപ്പോഴാണ് അങ്കിളും ചോദിക്കുന്നത്, നിനക്ക് ഇവിടുത്തെ കോളേജിൽ പഠിക്കാൻ പൊയ്ക്കൂടെയെന്ന്, നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും, അവർക്ക് രണ്ടുപേർക്കും ഒരു കൂട്ടുമാവും. പക്ഷെ നമ്മുടെ സൻഹയം പറയുന്നത്, സോറി ഞാൻ ഇവിടെ വെറും കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വന്ന് നിന്നത്, എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയാണ്. അതെനിക്ക് നല്ല രീതിയിൽ അറിയാം, പക്ഷെ നിന്റെ അമ്മ ഇപ്പൊ സംസാരിക്കുന്ന എല്ലാം മരിക്കുന്നതിനെ പറ്റിയിട്ടാ, അവളുടെ മെന്റൽ കണ്ടീഷൻ ഇപ്പൊ ഓക്കെ അല്ല, അതുകൊണ്ട് നീ കൂടെ നിൽക്കണം എന്നിങ്ങനെ അയാളും പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സൻഹയും ഇരിക്കുന്നത്. എന്നിട്ട് അവനും അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ജുവോന്റെ മെസ്സേജ് കാണുന്നത്. നീ കഴിച്ചോ, അവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനം എന്നൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഇതും കണ്ടിട്ട് അവനും തിരിച്ചു വിളിക്കുമ്പോ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് കാണിക്കുന്നത്. ജുവോൻ രാവിലെ എണീക്കുമ്പോഴേ കാണുന്ന മെസ്സേജ് നമ്മുടെ സൻഹയുടെയാണ്. അവനും അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇതും കണ്ട് സന്തോഷത്തി അച്ഛൻ്റെ അടുത്ത് പറയുമ്പോഴാണ് അച്ഛനെ അവിടെ കാണാത്തത്. അങ്ങനെ ഇവളെ ഹേജനും കൂടെ അച്ഛനെ തപ്പി പോകുമ്പോഴാണ് അച്ഛനും കടയിൽ തലറങ്ങി വീണിരിക്കുന്നത് കാണുന്നതും അച്ഛനെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. ജുവോന് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ അച്ഛന്റെ കൂടെ എന്നോളാന്ന് ഹേജൻ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ടാണ് അച്ഛൻ പറയുന്നത്. എനിക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതാണെന്നിങ്ങനെ അച്ഛനും പറയും. ഇതും കേട്ട് നമ്മുടെ ഹേജന് സങ്കടപ്പെട്ടിട്ട് ഈയിടെ ആയിട്ട് എന്തിനാ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അച്ഛൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം എന്നിങ്ങനെ പറഞ്ഞ് അവനും കടയിലോട്ട് പോകുന്നത്. ഇപ്പൊ തിരിച്ചിങ്ങനെ വീട്ടിലെത്തി ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴാണ് അവിടുന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈയിടെ ആയിട്ട് ഓവർ വർക്ക് ചെയ്യുന്നതിന് കാരണം നമ്മുടെ ഹേജന് എങ്ങനെയെങ്കിലും US ബാസ്കറ്റ്ബോൾ പഠിക്കാനായിട്ട് പറഞ്ഞു വിടാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അച്ഛനും ഹെൽത്ത് ഒക്കെ കളഞ്ഞ് ഓവർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സൻഹയുടെ അച്ഛനും അയാളെ വഴക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഹേജനാണെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഇവൻ കാരണം ഇല്ല സംഭവിക്കുന്നെന്ന് പറഞ്ഞ് ഇവന് സങ്കടപ്പെട്ട് താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജുവാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്. എന്ത് പറ്റി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന, അച്ഛൻ എന്തിയെ എന്നിങ്ങനെ അവള് ചോദിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് ബാൻഡേഡ് ഒക്കെ ചുറ്റി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവളോട്. അവന്റെ ഫ്രണ്ട് വിളിക്കുന്നെന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നത്. അവനും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് സോക്കിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ രണ്ടുപേരും അവന്റെ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സോക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് അവനോട്
പറയുന്നുണ്ട് നീ ഇപ്പൊ US പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിനക്ക് നല്ല രീതിയിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടത്തില്ല എന്ന് പറയാണ്. നീ ഇവിടെ നിന്നാലും നിന്റെ അച്ഛന്റെ പൈസ വെറുതെ കളയത്തതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ പോരെ, നീ നിന്റെ യഥാർത്ഥ അച്ഛന്റെ പൈസക്ക് USA പോയി പഠിക്കണം, എന്നിട്ട് തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ ഒരു വഴിക്ക് രണ്ട് പക്ഷിയില്ലേ. സോക്കിന്റെ ഈ വാക്കുകള് നമ്മുടെ ഹേജിന്റെ മനസ്സിൽ തറച്ചടക്കാണ്. ചെറുതായിട്ട് പോയാലോ എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ വരുന്നു. അങ്ങനെ ഇവനും തിരിച്ച് റെസ്റ്റോറന്റിൽ വന്ന് നോക്കുമ്പോഴാണ് അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്തോണ്ടേ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അവനും നമ്മുടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്ന ജുവോണും അവനോട് പറയുന്നുണ്ട് നീ അച്ഛനോടൊന്ന് സംസാരിക്കുക, അച്ഛൻ ഇത്രയും രാത്രിയായിട്ടും ജോലി ചെയ്തോണ്ടേ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയും. ഇതും കേട്ടിട്ട് അവനും പറയുന്നത് ഇനി നീ ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അച്ഛൻ ഇനി മുതൽ അങ്ങനെ ഓവറായിട്ട് വർക്ക് ചെയ്യത്തില്ല, നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹേജനാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ എന്റെ യഥാർത്ഥ അച്ഛന്റെ കൂടെ US പോവുകയാണെന്ന്. ഇത് കേട്ട് അച്ഛനും എന്തോ നീ പറയുന്നത്, അയാൾ നിന്നോട് വല്ലതും വന്ന് പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹേജനും പറയുന്നത് എനിക്കറിയാം അയാൾ നിങ്ങളോട് വന്ന് സംസാരിച്ചു, ഇനി നിനക്ക് US പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹേജനും പറയുന്നത് അത് നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന്. അപ്പോഴാണ് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ജുവോന്റെ അച്ഛനും ഇപ്പൊ സൻഹയുടെ അച്ഛനോട് പറയുന്നത് ഞാൻ അവനോട് US പോകണോ വേണ്ടയോ എന്നൊന്നും ചോദിക്കാത്തത് പോലും ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ഓവർ വർക്ക് ചെയ്താലും എനിക്ക് അത്രമാത്രം പൈസ ഒപ്പിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ ഹേജനും പറയുന്നത് ഞാൻ തനിയെ US പൊയ്ക്കോളാമെന്ന്. ഞാൻ സൻഹയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ മനസ്സിലെടുക്കല്ലേ എന്നിങ്ങനെ നമ്മുടെ അച്ഛനും പറയും. ഇതും കേട്ടിട്ട് അവനും അച്ഛന്റെ ജാക്കറ്റ് ഒക്കെ ഇങ്ങനെ നേരെയാക്കി കൊടുത്തിട്ട് പറയുന്നത് ഞാൻ ഇവിടുന്ന് പൊയ്ക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓവർ ടൈം ആയിട്ട് വീണ്ടും വർക്കൊന്നും ചെയ്യരുത്, കാരണം എനിക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ വയ്യ. ഇനി ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യത്തില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം, കാരണം ഞാൻ US പൊയ്ക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ആലോചിച്ച് സങ്കടപ്പെടാനായിട്ട് വയ്യ എന്നും പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സങ്കടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സൻഹയും തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതും കണ്ടിട്ട് പെട്ടെന്ന് സന്തോഷത്തിൽ ജുവോൺ ഓടി വന്ന് അവനെ ഹഗ് ചെയ്യുന്നു. ജുവോന്റെ അച്ഛൻ കുക്ക് ചെയ്യാണ്. ഹേജിൻ നല്ല സങ്കടത്തിലാണ്. സൻഹയെ വിളിച്ച് ഇവൻ ടെറസിലേക്ക് പോകുന്നുണ്ട് സംസാരിക്കാനായിട്ട്. അവനും പറയുന്നത് ഞാൻ എന്റെ യഥാർത്ഥ അച്ഛന്റെ കൂടെ US പോവുകയാണെന്ന്. ഇതും കേട്ടിട്ട് നമ്മുടെ സൻഹയും ചോദിക്കുന്നത് ഇത് നീ അങ്കിളിനോട് പറഞ്ഞോ? ആ പറഞ്ഞു എന്നിങ്ങനെ അവനും പറയുമ്പോ ഇത് കേട്ട് സൻഹയും ദേഷ്യപ്പെടുകയാണ്. നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്നിങ്ങനെ സൻഹയും പറയും. ഇതും കേട്ടിട്ട് അവനും പറയുന്നത് ഞാൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന്. അപ്പോഴാണ് അവനും പറയുന്നത് നമ്മൾ രണ്ടുപേരും ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സൻഹയും ഇപ്പം അവന്റെ അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഹേജനും പറയുന്നത് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ എപ്പോഴും എന്നെ കാണുമ്പോൾ സങ്കടം തോന്നും, കാരണം എന്നെ US വിടാൻ പറ്റാത്തതിന്റെ കാര്യം ആലോചിച്ച്. നമ്മൾ രണ്ടുപേരും പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജുവോണിന് എത്രമാത്രം സങ്കടം ഉണ്ടാവുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയോ എന്നിങ്ങനെ സൻഹയും പറയും. സൻഹയും പറയുന്ന അങ്കിൾ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു നിനക്ക് അറിയാവോ? ഒരു കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയുടെ കൊച്ചിനെ അയാൾ എടുത്തിട്ട് വളർത്തി സ്വന്തം മോനെ പോലെ. എന്നിട്ട് നീ ഇപ്പൊ എന്തോ കാണിക്കുന്നത്? റിച്ച് ആയിട്ടുള്ള റിയൽ ഡാഡ് വന്നപ്പോഴത്തേക്കും അയാളെ കളഞ്ഞിട്ട് ഇപ്പൊ പോകാൻ പോവുകയല്ലേ നീ ഒരു മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതും കേട്ടിട്ട് അവന് ദേഷ്യം വരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല പോകുന്നത് എന്നിങ്ങനെ നമ്മുടെ ഹേജനും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വഴക്കുകൂടിയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ജുവോണും കയറി വരുന്നത്. അങ്ങനെ അവളെ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും ഇപ്പൊ ഇവളെയും പിരിഞ്ഞിട്ട് പോകാൻ പോകുന്നെന്ന്. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.